നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യാധികൾ പടരാതിരിക്കാൻ, അതായത് ക്ലാസ് 5 പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് PSCയിൽ നിന്നും ചോദിക്കുന്ന ഭാഗം രോഗങ്ങളും രോഗകാരികളും സ്ഥിരം ചോദ്യമാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത്, അതായത് ഫുൾ നമ്മൾ ചാപ്റ്റർ ഒന്നും പഠിക്കത്തില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ ആദ്യം ഒരു കുട്ടിയെ ഡോക്ടറെ കൊണ്ട് കണ്ണ് കാണിക്കുകയാണ്. അപ്പൊ പറയാണ് പകർച്ചപ്പനിയാണ്, വീട്ടിൽ ആർക്കെങ്കിലും രോഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ചേച്ചിക്കും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു, അല്ലയോ? പകർച്ചപ്പനിയെ പറ്റിയിട്ടാണ് ആദ്യം പകരുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ രോഗങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. എങ്ങനെയൊക്കെ? ഒന്ന് പകരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ പകരാത്ത രോഗങ്ങൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ട്, അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ട്. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഡെങ്കിപ്പനി പകരും, മഞ്ഞപ്പിത്തം പകരും, ചിക്കൻ ബോക്സ് പകരും, ചിക്കൻ ഗുനിയ പകരും, കോളറ പകരും, അതുപോലെ നമ്മുടെ കുഷ്ഠരോഗം എന്ന് പറയും, അത് പകരും, ട്യൂബർക്യുലോസിസ് പകരും. ഇതെല്ലാം പകരുന്ന അസുഖങ്ങളാണ്, അല്ലേ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്തെങ്കിലും ഒരു മൃഗങ്ങൾ വഴിയോ ജീവികൾ വഴിയോ ഒക്കെ നമുക്ക് പകർച്ച വരുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം. എന്നാൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പല അസുഖങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിന്റെ അസുഖം, കിഡ്നി സ്റ്റോണ്, ആസ്മ, നമ്മുടെ കണ്ണിന്റെ തിമിരം, അതുപോലെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ക്യാൻസർ, നമ്മുടെ പ്രമേഹം. ഇതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ? ഇല്ല. അപ്പം ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും പകരത്തില്ല. മറ്റു രോഗങ്ങളൊക്കെ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ഇതൊക്കെ പകരുന്ന അസുഖങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടും രോഗങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: പകരുന്ന രോഗം, പകരാത്ത രോഗങ്ങൾ. ഇനിയും ബാക്കി നോക്കിക്കേ, എന്താണ് പകർച്ചവ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധി. ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ, കണ്ണ് ദീനമുണ്ട് അല്ലെങ്കിൽ കണ്ണിന് അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്കും കണ്ണിന് അസുഖം വന്നേക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് പനിയുണ്ട്, മറ്റേ ആൾക്ക് വൈറൽ ഫീവർ പിടിക്കുന്നു. അതും ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ പകർച്ചവ്യാധി. ഇനി നമുക്കറിയാം, പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ഇത് ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ പാൻഡമിക് എന്ന് വിളിക്കും. അപ്പൊ കൊറോണ ഒരു പാൻഡമിക് ആയിരുന്നു. എന്തുകൊണ്ടാണ്? മഹാമാരിയായിരുന്നു. കാരണം ഒരു ഭൂഖണ്ഡത്തിൽ നിന്നോ ഒരു രാജ്യത്തിൽ നിന്നോ ഈ കൊറോണ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ മൊത്തം ജനങ്ങളെ ബാധിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ലോകം മൊത്തം ഇത് പകരുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇതിനെ നമ്മൾ പാൻഡമിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അഥവാ മഹാമാരി എന്ന് വിളിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് പണ്ട് കാലത്തുണ്ടായിരുന്ന മഹാമാരികളായിരുന്നു വസൂരി എന്ന് പറയുന്നത്, ക്ഷയം എന്ന് പറയുന്നത്, പ്ലേഗ്. അതിനുശേഷം ഇപ്പൊ നമുക്ക് അറിയപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? COVID-19 എന്നിവയാണ്. അപ്പൊ വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഇതൊക്കെ തന്നെ എന്താണെന്നാണ് പറയേണ്ടത്? പാൻഡമിക് അഥവാ മഹാമാരികളാണെന്ന് പറയാം. കാരണം എന്തുകൊണ്ടാ? ഒരു ഭൂഖണ്ഡങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പകരുന്നത് കൊണ്ടും വ്യാപിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ഇതിനെയൊക്കെ പാൻഡമിക് അഥവാ മഹാമാരി എന്ന് പറയുന്നത്. അപ്പൊ രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പം നമുക്ക് എന്തു ചെയ്യും? ആ രോഗം നമുക്ക് പകരും. അപ്പൊ പകർച്ചവ്യാധികൾ പടരാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? അടുത്തു നിന്ന് തുമ്മുക, അല്ലെങ്കിൽ അവരുടെ ലിക്വിഡ്സ് നമ്മളിലേക്ക് വരിക, വായുവിലൂടെയും അവർ തൊടുന്നതിലൂടെയും ഒക്കെ നമ്മളിലേക്ക് ആ ബാക്ടീരിയാസ്, ശരിക്കും ബാക്ടീരിയ, വൈറസ് പോലെയുള്ള കാര്യങ്ങളാണ് പത്തോജൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗകാരി. ആ രോഗകാരി നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്നും ആ അസുഖം ഉണ്ടാവുന്നത്. അപ്പൊ രോഗകാരി നമ്മൾ പറഞ്ഞു, ബാക്ടീരിയ, വൈറസ്, പത്തോജൻസ് പറഞ്ഞു, അല്ലെ? പ്രോട്ടോസോവ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേര് പറഞ്ഞു. അപ്പൊ കണ്ണുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുമോ? കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഏറ്റവും സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയൊക്കെയാണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തിവിടുന്നത്. അപ്പൊ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? രോഗകാരി അഥവാ പത്തോജൻസ് എന്ന് വിളിക്കാം. അപ്പൊ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതൊക്കെ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന രോഗകാരികളാണെന്ന് പറയാം. കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇനി നോക്കിയേ, എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് രോഗം ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ തൊലിപ്പുറത്ത്, അത് നമ്മുടെ വായ്ക്കകത്ത് ഒക്കെ ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്ന ബാക്ടീരിയാസും ഉണ്ട്. നമ്മുടെ വയറ്റിനകത്ത്, ചെറുകുടലിലും ഒക്കെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ ഭക്ഷണത്തിനെ ആഗിരണം ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. അപ്പൊ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ട്. അതുപോലെ ദോശമാവ് പുളിപ്പിക്കുന്നതിന് ബാക്ടീരിയ വേണം, തൈര്
പുളിയാകുന്നത് ബാക്ടീരിയ. ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പുളിപ്പിക്കുന്നത്, അതിനെന്താണ് ബാക്ടീരിയാസ് ആവശ്യമാണ്. അപ്പം ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിൽ ചേർക്കുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, വർഷങ്ങളായിട്ട് ജീവിച്ചു മരിക്കുന്ന മനുഷ്യരുണ്ട്, അതുപോലെ വർഷങ്ങളായിട്ട് നിന്നിട്ട് ഒരുപാട് മരങ്ങൾ ഇല്ലാതായി പോകുന്നു. ഇതിൻ്റെ ഒന്നും വേസ്റ്റ് ഇവിടെ കിടക്കാത്തതിൻ്റെ കാരണം തന്നെ എന്താണ്? ഈ ഇങ്ങനെയുള്ള ബാക്ടീരിയസ് അഥവാ സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സൂക്ഷ്മജീവികൾ പലതരമുണ്ട്. ചിലതെന്താണ് ഈ പറഞ്ഞതുകൂട്ട് അസുഖങ്ങൾ വരുത്തുന്നത് കൊണ്ട്, എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സൂക്ഷ്മജീവികളുമുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ഫംഗസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ റൊട്ടിയിലുണ്ടാകുന്ന പൂപ്പല്, വസ്ത്രങ്ങളിലുള്ള കരിമ്പൻ, ഇതൊക്കെ എന്താണ്? ഫംഗസ് ആണ്. മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് ചില ഫംഗസുകൾ. ഏതൊക്കെയാ? കാൻഡിഡ. നമ്മൾ ഈ ഓയിൻമെന്റിന്റെ ചില പേരുകളാണ്. കാൻഡിഡ കേട്ടിട്ടുണ്ടോ? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, ഇവയൊക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ഫംഗസുകളാണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, ഇതൊക്കെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ്. അതുപോലെ നാം ഭക്ഷണം ഉണ്ടാക്കുന്ന കൂണ് മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. കൂണൊക്കെ എന്താണ്? ഫംഗസിന്റെ കേന്ദ്രമാണെന്ന് പറയാം. അടുത്തത് രോഗങ്ങൾ പകരുന്ന വഴിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോൾ, ഇങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും രോഗങ്ങൾ വരാം. അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കാത്തപ്പം എന്താണ്? ഈ ഈച്ച പോലെയുള്ള ഈച്ച പോലെയുള്ള ജീവികൾ, കൊതുക് പോലെയുള്ളതൊക്കെ നമ്മുടെ അസുഖങ്ങളിലേക്ക് നയിക്കാം. അങ്ങനെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് മാത്രം എന്തല്ല, നമുക്ക് അസുഖം വരുമല്ല, പല രീതിയിൽ നമുക്ക് അസുഖങ്ങൾ വരാം. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ആശയം കൊടുത്തിട്ടുണ്ട്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അതായത് ഈ ജീവികളിൽ നിന്നൊന്നും അല്ലാതെ നമുക്ക് മണ്ണിലൂടെ ഉണ്ടാവുന്നതാണ് വിരശല്യം. ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ലോക വിര നിരോധന ദിനം എന്നായിരുന്നു? ഈ തൊട്ടടുത്ത മാസമായിരുന്നു. എന്നായിരുന്നു? നവംബർ 26 കേട്ടോ. നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് വിരഗുളികയൊക്കെ കൊടുത്തപ്പം നമുക്ക് കൺസെന്റ് ലെറ്റർ ഒക്കെ തന്നു വിട്ട് കാണുമല്ലോ. അപ്പൊ അന്ന് ഭരണഘടനാ ദിനവുമായിരുന്നു, അതുപോലെ ഈ ഡീവോമിംഗ് ഡേയും കൂടെയായിരുന്നു നാഷണൽ. അപ്പൊ നോക്കി, മണ്ണിലൂടെ വിരശല്യം, അതുപോലെ ടെറ്റനസ്, ഇതൊക്കെ മണ്ണിലൂടെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇനി വായുവിലൂടെ ഉണ്ടാവുന്ന എന്തൊക്കെയാ? നമ്പർ 1 ക്ഷയമാണ്, ട്യൂബർകുലോസിസ്. ദെൻ ചിക്കൻ ബോക്സ് ഉണ്ടാവാം. എന്തുണ്ടാവാം? ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് എന്താണ്? വായുവിലൂടെ ഉണ്ടാവുന്നതാണ്. ഇനി ജലവും ഭക്ഷണവും ഒക്കെ വഴി നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒന്ന് ടൈഫോയിഡ് ഉണ്ടാവാം, വെള്ളത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന അഴുക്ക് ഭക്ഷണത്തിലൂടെയും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോണ്ടിസ് അങ്ങനെയാണ്, വെള്ളത്തിൽ കൂടെയൊക്കെ ഉണ്ടാവും. മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് രോഗാണുവാഹകരല്ലാതെ നമുക്ക് കിട്ടുന്ന അസുഖങ്ങളാണ്. ഇനി നേരെ മറിച്ച് രോഗാണുവാഹകരിൽ നിന്നും കിട്ടുന്ന ഡെങ്കിപ്പനി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെങ്കിപ്പനി ആരാ പകർത്തുന്നത്? കൊതുകാണ്, അല്ലയോ? അപ്പൊ ഡെങ്കിപ്പനി പകർത്തുന്നത് മോസ്കിറ്റോ അഥവാ കൊതുകുകളാണ്. അപ്പൊ ഡെങ്കിപ്പനി പോലെ തന്നെ കൊതുക് പരത്തുന്ന രണ്ടെണ്ണത്തിന്റെയും കൂടെ പേരെന്ന് പറഞ്ഞേ. ഒന്ന് മലേറിയ, ഒന്ന് നമുക്ക് പറയാം മലേറിയ എന്ന് പറയുന്നത് കൊതുക് പലർത്തുന്ന അസുഖമാണ്. അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നതും കൊതുക് പരത്തുന്ന അസുഖമാണ്. ഇനി ഇപ്പുറത്ത് മറ്റൊരു ജീവി എന്താ? ആരാ എടുക്കാം? നമുക്ക് ഈച്ച എടുക്കാം, അല്ലയോ? ഈച്ച ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഒന്ന് കോളറ, അതുപോലെ ഡയേറിയ. ഇത് രണ്ടും ഈച്ച ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്, ആണല്ലോ. ഇനി മനുഷ്യരിൽ നിന്നും ഉണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പകരുന്ന എന്തൊക്കെയാ? ഒന്ന് കുഷ്ഠം, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനസുഖം, അത് മനുഷ്യരിൽ നിന്ന് പടരും. പിന്നെ പക്ഷികളിൽ നിന്നുണ്ടാവുന്ന പക്ഷിപ്പനി, ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത് പക്ഷികളിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്, നമ്മളിപ്പോൾ പഠിച്ചു, ആണല്ലോ. ഇനി രോഗാണുവാഹകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ രോഗകാരികളായ സൂക്ഷ്മജീവികളെ അവർ കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചു തരും. ഇപ്പൊ ഈച്ച രോഗകാരികളെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് കഴിയുമ്പം രോഗകാരികൾ നമ്മുടെ ഫുഡിലെത്തി, നമ്മളത് കഴിച്ചു, അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം വവ്വാല്, നിപ്പ, വവ്വാല് വഴി ഉണ്ടാവുന്നത്. വവ്വാലിന്റെ ആ ഒരു രോഗവാഹകര് വവ്വാലിലെത്തുകയും അത് കൊണ്ടുവന്ന് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ കൊതുക്, വവ്വാല്, ഈച്ച, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? വെക്ടേഴ്സ് എന്ന് വിളിക്കും അവരെ. രോഗാണുവാഹകരാണ് അവർ. രോഗാണുക്കളെ വഹിച്ചുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് എത്തിച്ചു തരുന്ന ആൾക്കാരെയാണ് നമ്മൾ വെക്ടേഴ്സ് അഥവാ രോഗാണുവാഹകർ എന്ന് വിളിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി എന്തൊക്കെ കൊണ്ട് നമുക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാവാം? പരിസര മലിനീകരണമാണ് നമ്പർ 1 കോസ് എന്ന് പറയുന്നത്. ഇവിടെ ഈച്ച പെരുകുന്നതിന്റെ കാരണങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഈച്ച പെരുകുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഈ അഴുക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീക്കേ ആയിട്ട്
നമ്മൾ ഇട്ടേക്കാണ്, എന്താണ് അഴുകി സാധനങ്ങളൊക്കെ അവിടെ വേസ്റ്റ് എല്ലാം കിടക്കുകയാണെങ്കിൽ ഈച്ച പെരുക. കൊതുക് പെരുകുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നൊക്കെ ചിരട്ടയിലും അവിടെ ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടാണ് കൊതുക് പെരുകുന്നത്. എലി എന്തായിരിക്കാം? നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡൊക്കെ എടുത്ത് എറിയും. ആ ഫുഡിനെ അട്രാക്ട് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും എലി വരുന്നത്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിലും എലി പെരുകാനായിട്ട് അത് സാധ്യമാകുന്നതായിരിക്കും. ഇനി നമ്മൾ കൊതുകിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിനിപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത പുല്ലും പാഴ്ചെടിയൊക്കെ വെട്ടിക്കളയുക, അതുപോലെ നല്ല വൃത്തിയായിട്ട് പരിസരം കീപ്പ് ചെയ്യുക, ഓട ശുചീകരിക്കുക, അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കളും ചിരട്ടയൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊതുകിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്ര നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുചിത്വ ശീലമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്നതല്ലേ. അടുത്ത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്താണെന്നാണ് പഠിക്കേണ്ടത്. രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്താ അത്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു എന്നാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നമ്മൾ പറഞ്ഞില്ല ഇമ്മ്യൂണിറ്റി കുറവുള്ളതുകൊണ്ട് എപ്പോഴും പനി വരുന്നതെന്ന്. കാരണം എന്താ? ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരുടെയും ശരീരത്തിന് കഴിവുണ്ട്. ചില ആൾക്കാർക്ക് അതില്ല. അങ്ങനെ വരുമ്പോഴാണ് വഴി കൂടെ പോകുന്ന എല്ലാ അസുഖങ്ങളും വരുന്നത്. അപ്പം നാച്ചുറൽ ആയിട്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്. എന്നാൽ ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കാറുണ്ട്, വാക്സിനേഷൻസ് എടുക്കാറുണ്ട്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്നാൽ എല്ലാ അസുഖത്തിനും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഇല്ല. പോളിയോ നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ ഇതിന് പ്രതിരോധശേഷി വരാതിരിക്കാനായിട്ട് നമ്മൾ വാക്സിനേഷൻസ് എടുക്കും. ഇതുവഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി കുത്തിവയ്പ്പിലൂടെ നമുക്ക് കിട്ടുന്നതിനാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ വസൂരി, പ്ലേഗ്, പോളിയോ ഇതെല്ലാം നമ്മൾ അതിജീവിച്ചത് തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം 16 വയസ്സിനിടയ്ക്കുള്ള ജനിക്കുമ്പോൾ തൊട്ട് 16 വയസ്സ് വരെ എടുക്കേണ്ടതിൻ്റെ വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഓരോന്നിൻ്റെ ഫുൾ ഫോം. ആദ്യത്തെ വണ്ണാണ് BCG എന്ന് പറയുന്നത്, ബാസിലസ് കാൽമറ്റ് ഗ്വറിൻ. OPV, ഓറൽ പോളിയോ വാക്സിൻ, OPV. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് HEPB എന്ന് പറയുന്നത്. FIPV എന്താ? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്ന് വിളിക്കും. RVV എന്ന് പറഞ്ഞാൽ റോട്ടാ വൈറസ് വാക്സിൻ. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ. ജനന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത്? OPV എടുക്കും. എന്താ OPV? ഓറൽ പോളിയോ വാക്സിൻ എടുക്കും, ബാസിലസ് കാൽമറ്റ് ഗ്വറിൻ എടുക്കും, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു. നെക്സ്റ്റ് 6 വീക്ക് ആവുമ്പം OPV1, അതായത് പോളിയോ വാക്സിന്റെ 1ാമത്തെ ഡോസ് അടുത്തത്. RVV1 റോട്ടോ വൈറസിന്റെ ഫസ്റ്റ് ഇത് കൊടുക്കും. പെൻഡാവാലന്റ് 1 കൊടുക്കും. FIPV അതായത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസിന്റെ 1 ഡോസേജ്. PCV1 കൂടെ കൊടുക്കും. ഓക്കെ. അടുത്തത് 10 ആഴ്ചയാവുമ്പം OPV2, RVV2 പെൻഡാവാലന്റിന്റെ 2ാമത്തെ ഡോസ്. ദെൻ 14 ആഴ്ചയാകുമ്പോൾ OPV3, RVV3 പെൻഡാവാലന്റിന്റെ 3ാമത്തെ ഡോസ്, FIPVയുടെ 2ാമത്തെ ഡോസ്, PCVയുടെ 2ാമത്തെ ഡോസ്. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രതിരോധ വാക്സിന്റെ പേര്, ഓരോ പ്രായം, ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോളിയോ വാക്സിൻ എന്തിനാണ് എടുക്കുന്നത്? ഏകദേശം ബർത്തിൽ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലയോ? എന്തിനെ പ്രതിരോധിക്കാൻ? പോളിയോയെ പ്രതിരോധിക്കാൻ. ദെൻ നമ്മൾ പറഞ്ഞു OPV1, റോട്ടാ വൈറസ് വാക്സിൻ RVV1, അതുപോലെ എന്താണ് പെൻഡാവാലന്റ് 1, FIP1, അതുപോലെ ന്യൂമോകോക്കൽ അതായത് ന്യൂമോണിയക്കെതിരെ കൊടുക്കുന്നതാണ്. 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കും കേട്ടോ. ഇത്രയും കൂടെ 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പോളിയോ OPV1 എന്തിനു വേണ്ടിയിട്ടാണ്? പോളിയോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പോളിയോയെ പ്രതിരോധിക്കാനാണ് OPV1 കൊടുക്കുന്നത്. ദെൻ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നത് റോട്ടാ വൈറസിനെ പ്രതിരോധിക്കാനും. പെൻഡാവാലന്റ് എന്ന് പറയുമ്പം അതിനകത്ത് പ്രധാനമായിട്ടും പെൻഡാവാലന്റിനകത്ത് 5 ഡിസീസസിനെ ചേർക്കാനാണ് കൊടുക്കുന്നത്. ഡിഫ്തീരിയ, പിന്നെ പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV എന്ന് പറയുന്ന 5 അസുഖങ്ങൾക്കെതിരെയാണ് നമ്മൾ ഈ പെൻഡാവാലന്റ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെറ്റനസ് 10 വയസ്സിലും 16 വയസ്സിലുമാണ്. അത് ടെറ്റനസിനെ ചെറുക്കാൻ വേണ്ടി തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ ഓരോ അസുഖങ്ങളുടെയും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് നിങ്ങൾ അങ്ങ് നോക്കി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.
ഇവിടെ മീസിൽസിന് MR1 എന്ന് പറയുന്നത് മീസിൽസിനെ ചെറുക്കാനാണ് കേട്ടോ. റുബെല്ല വാക്സിൻ, അതായത് മീസിൽസും റുബെല്ലയും ഒമ്പതാം മാസത്തിൽ മീസിൽസിനെയും റുബെല്ലയും ചെറുക്കാൻ വേണ്ടിയിട്ടാണ് MR1 കൊടുക്കുന്നത്. പിന്നെ PCAP ബൂസ്റ്റർ വരുന്നുണ്ട് 9-ാം മാസം, ന്യൂമോണിയ വരാതിരിക്കാൻ. ദെൻ വൈറ്റമിൻ എ കൊടുക്കുന്നുണ്ട്. 9-ാം മാസമാണ് വിറ്റാമിൻ എ വായി കൊടുക്കുന്നത്. അത് ഹെൽത്ത് ഓഫ് ഐ ആണ്. ഐക്ക് വേണ്ടിയിട്ട് 9-ാം മാസം കൊടുക്കാറുണ്ട്. ഇത് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, ഈ കൊടുക്കുന്നത് കൊണ്ട് അറിയാമായിരിക്കും. ദെൻ ഒരു 16 മുതൽ 24 മാസത്തിനകത്ത് 1.5 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ ഈ ഒരു മീസിൽസ് റൂബെല്ലയുടെ 2ാമത്തെ ഡോസ്, അതുപോലെ OPV ബൂസ്റ്റർ പിന്നെയും കൊടുക്കും. DPT ബൂസ്റ്റർ കൊടുക്കും 3 ഡിസീസസിന് വേണ്ടിയിട്ട്. അതായത് പ്രധാനമായിട്ടും ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസിന് വേണ്ടിയിട്ട് 3 ഡിസീസസിന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് ഏകദേശം 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കൊടുക്കും. ദെൻ 9-ാം മാസം കഴിഞ്ഞ് 2ാമത്തെ ബൂസ്റ്റർ വിറ്റാമിൻ എ കൊടുക്കുന്നത് ഏത് മാസം? 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക്, കണ്ണിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ പല പ്രായത്തിലും നമ്മൾ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് PCV ന്യൂമോകോക്കൽ കൺജുവേറ്റ് വാക്സിൻ, MR മീസിൽസ് റുബെല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇത് ഓരോ വട്ടവും ഏത് പ്രായത്തിലും 9-ാം മാസം എന്തൊക്കെ കൊടുക്കും, 16 മുതൽ 24 മാസത്തിൽ എന്തൊക്കെ കൊടുക്കും, അതുപോലെ 5 മുതൽ 6 വയസ്സിനകത്ത് കൊടുക്കേണ്ടതാണ്. DPTയുടെ ഒരു ബൂസ്റ്റർ കൊടുക്കണം. ഓക്കെ, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് 5-നും 6-നും ഇടയ്ക്ക് കൊടുക്കണം. അതുപോലെ TD1 എന്ന് പറയുന്നത് 10 വയസ്സിലും TD2 എന്ന് പറയുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന്റെ ലാസ്റ്റ് 16 വയസ്സിലുമാണ് കൊടുത്ത് നിർത്തേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് അറിയേണ്ടത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു വാക്സിനേഷനെ പറ്റിയിട്ടാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.